ഇന്ന് നമുക്ക് മഗ്‌രിബ് നിസ്കാരം പഠിക്കാം. മക്കൾക്ക് സുബ്ഹ് നിസ്കാരം എങ്ങനെ തെറ്റില്ലാതെ ചെയ്യാമെന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മഗ്‌രിബ് നിസ്കാരം 3 റക്അത്താണ്. മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ നിയ്യത്ത് ഉസല്ലി ഫർളൽ മഗ്‌രിബി സലാസ റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. നിയ്യത്തിനു ശേഷം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് 2 കൈയും ചുമലിന് നേരെ ഉയർത്തലും ശേഷം നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിൽ വെക്കലും സുന്നത്താണ്. അതിനുശേഷം വജ്ജഹത്തു ഓതാം. വജ്ജഹത്തു വജ്ഹിയ ലില്ലദി ഫത്തറസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വ ബിദാലിക ഉമിർതു വ അന മിനൽ മുസ്ലിമീൻ. വജ്ജഹത്ത് ഓതിയതിനു ശേഷം ഫാത്തിഹയാണ് ഓതേണ്ടത്. ഫാത്തിഹ ഓതൽ നിസ്കാരത്തിൻ്റെ ഫർളാണ്. ഫാത്തിഹയുടെ തുടക്കത്തിൽ ഔദു ഓതലും അവസാനം ആമീൻ പറയലും സുന്നത്താണ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഫാത്തിഹയ്ക്കു ശേഷം ഒരു സൂറത്ത് ഓതൽ ആദ്യത്തെ 2 റക്അത്തുകളിൽ സുന്നത്താണ്. ഫാത്തിഹയ്ക്കു ശേഷം ഒരു സൂറത്ത് ഓതുക. സൂറത്ത് ഓതിയതിനു ശേഷം നിസ്കാരത്തിൻ്റെ അടുത്ത ഫർളാണ് റുകൂഅ് ചെയ്യൽ. സൂറത്ത് ഓതിയതിനു ശേഷം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് റുകൂഅ് ചെയ്യലാണ്. റുകൂഇൽ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് 3 തവണ ചൊല്ലിയതിനു ശേഷം റുകൂഇൽ നിന്ന് ഉയരുമ്പോൾ 2 കൈ ചുമലിന് നേരെ ഉയർത്തലും സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയലും സുന്നത്താണ്. റുകൂഇൽ നിന്ന് ഉയർന്ന് ആദ്യ അവസ്ഥയിൽ തന്നെ എത്തിച്ചേരുന്നതിനാണ് ഇഅ്തിദാൽ എന്ന് പറയുന്നത്. ഇഅ്തിദാലിൽ റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ഷിഅ്ത മിൻ ഷൈഇൻ ബഅദ് എന്ന ദിക്റാണ് ചൊല്ലേണ്ടത്. ഇഅ്തിദാലിനു ശേഷം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് സുജൂദ് ചെയ്യലാണ്. സുജൂദിൽ 7 അവയവങ്ങൾ നിലത്ത് വെക്കണം. സുജൂദിൽ നെറ്റിയിൽ തടസ്സങ്ങൾ ഉണ്ടാവരുത്. ഇങ്ങനെ 3 പ്രാവശ്യം ചൊല്ലൽ സുന്നത്താണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് സുജൂദിൻ്റെ ഇടയിലിരിക്കലാണ്. സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. ഇഫ്തിറാഷിൻ്റെ ഇരുത്തത്തെക്കുറിച്ച് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരിക്കലും റബ്ബി ഗഫ്ർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന് ചൊല്ലലും സുന്നത്താണ്. സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലുള്ള ദിക്ർ കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് അടുത്ത സുജൂദ് ചെയ്യണം. ആ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം ചൊല്ലണം. 1-ാമത്തെ റക്അത്ത് ഇവിടെ പൂർത്തിയായി. ഇനി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് കൈ 2ഉം നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിൽ വെക്കണം. 2-ാമത്തെ റക്അത്താണ് ഇനി ചെയ്യേണ്ടത്. ആദ്യം ഫാത്തിഹ ഓതണം, പിന്നെ സൂറത്ത് ഓതണം, റുകൂഅ് ചെയ്യണം, ഇഅ്തിദാൽ ചെയ്യണം, സുജൂദ് ചെയ്യണം, സുജൂദിനിടയിലുള്ള ഇരുത്തത്തിലെ ദിക്ർ ചൊല്ലണം. അതിനുശേഷം വീണ്ടും 2-ാമത്തെ സുജൂദ് ചെയ്യണം. ആ സുജൂദ് കൂടി കഴിഞ്ഞാൽ പിന്നീട് ഇരിക്കേണ്ടത് അത്തഹിയാത്ത് ഓതാൻ വേണ്ടിയാണ്. ആദ്യത്തെ അത്തഹിയാത്ത് ഓതാൻ വേണ്ടിയാണ് ഇരിക്കേണ്ടത്. ആദ്യത്തെ അത്തഹിയാത്ത്
അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു തൊയ്യിബാത്തു ലില്ലാഹി. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈന വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വരെയാണ് ചൊല്ലേണ്ടത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൽ ഉച്ചരിക്കുന്ന സമയത്ത് വലത്തെ കൈയിൻ്റെ ചൂണ്ടുവിരൽ ഉയർത്തലും സുന്നത്താണ്. അതിനുശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് ചൊല്ലിയതിനു ശേഷം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് മൂന്നാമത്തെ റക്അത്തിലേക്ക് ഉയരലാണ്. മൂന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ മാത്രം ഓതിയാൽ മതി, സൂറത്ത് ഓതേണ്ടതില്ല. ഫാത്തിഹയ്ക്കു ശേഷം റുക്കൂ ചെയ്യാം, റുക്കൂലെ ദിക്റ് ചൊല്ലാം, ഏത്തിദാൽ ചെയ്യാം, ഏത്തിദാലിലെ ദിക്റ് ചൊല്ലി സുജൂദ് ചെയ്യാം. സുജൂദിലെ ദിക്റ് ചൊല്ലിയതിന് ശേഷം സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിലുള്ള ദിക്റ് ചൊല്ലിയതിന് ശേഷം രണ്ടാമത്തെ സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് മഗ്‌രിബ് നിസ്കാരമായതുകൊണ്ട് തന്നെ അതിൽ രണ്ടാമത്തെ ആ സുജൂദിന് ശേഷം അവസാനത്തെ അത്തഹിയാത്താണ് ഓതേണ്ടത്. അത്തഹിയാത്തിൽ മുബാറക്കാത്തു സ്വലവാത്തു തൊയ്യിബാത്തു ലില്ലാഹി. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈന വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറകത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ഇഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅ്ലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅ്ലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിന്നാർ വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ഈ അത്തഹിയാത്തിന് അവസാനത്തെ അത്തഹിയാത്ത് എന്നാണ് പറയുക. അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ നിസ്കാരത്തിൻ്റെ ഫർളാണ്. അവസാനത്തെ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കുന്നത് തവറുക്കിൻ്റെ ഇരുത്തം എന്ന് പറയുന്നു. തവറുക്കിൻ്റെ ഇരുത്തത്തിൻ്റെയും ഇഫ്തിറാഷിൻ്റെ ഇരുത്തത്തിൻ്റെയും ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. തവറുക്കിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അവസാനത്തെ അത്തഹിയാത്ത് ഓതുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ വലത്തെ കൈയിൻ്റെ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ വലത്തെ കൈയിൻ്റെ ചൂണ്ടുവിരൽ നിവർത്തുകയും പിന്നീട് സലാം വീട്ടുന്നതുവരെ അതിലേക്ക് തന്നെ നോക്കുകയും വേണം. അത്തഹിയാത്ത് ഓതിക്കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ചൊല്ലിക്കൊണ്ട് ആദ്യത്തെ സലാം വീട്ടൽ വലതുഭാഗത്തേക്ക് മുഖം തിരിക്കണം. പിന്നീട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ചൊല്ലിക്കൊണ്ട് ഇടതുഭാഗത്തേക്കും മുഖം തിരിക്കണം. ആദ്യത്തെ സലാം വീട്ടൽ മാത്രമാണ് നിസ്കാരത്തിൻ്റെ ഫർള്. രണ്ടാമത്തെ സലാം വീട്ടൽ നിസ്കാരത്തിൻ്റെ സുന്നത്താണ്. ഇതോടുകൂടി മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.